നമുക്ക് ആ ഒരു കുഴിനകം വന്ന നഖത്തിനകത്തേക്ക് ഈ ഒരു നാരങ്ങ ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ തിരികെ കയറ്റി കൊടുക്കുക. കുഴിനകം നമ്മുടെ കൈവിരലാണെങ്കിലും കാൽവിരലാണെങ്കിലും കുഴിനകം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു നഖം വളർന്ന് സൈഡിലേക്ക് ഇറങ്ങിയിട്ട് ചെറിയ മുറിവ് ഉണ്ടാവുകയും പിന്നീട് നമ്മൾ ഈ ചെളിയിലും ചാണകത്തിലൊക്കെ ചവിട്ടിയിട്ടാണ് കൂടുതൽ പേർക്കും ഈ ഒരു കുഴിനകം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കുഴിനകത്തെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. മെയിനായിട്ട് വേണ്ടുന്ന ഘടകം എന്ന് പറയുന്നത് നാരങ്ങ കേട്ടോ. കുറച്ച് വലിയ നാരങ്ങ വേണം, ചെറിയ നാരങ്ങ അല്ല. ഇത്രത്തോളം വലുപ്പം വരുന്ന വലിയ നാരങ്ങ വേണം. അതിൻ്റെ നാടൻ മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ സാധാ ഉപ്പുപൊടി ഇതുണ്ടോ, വലിയ നാരങ്ങ എടുത്തേക്കുന്നത്. ഈ ഒരു വലിയ നാരങ്ങ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വിരലിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വലിയ നാരങ്ങ എടുത്തിരിക്കുന്നത്. നമുക്കിതിനകത്ത് നമ്മുടെ വിരൽ കയറുന്ന ഭാഗത്തേക്കൊന്ന് റൗണ്ട് ആക്കിയതിനകത്തുള്ള ഈ ഒരു നീരും അതോടൊപ്പം തന്നെ ഈ ഒരു അല്ലിയെല്ലാം നമുക്കൊന്ന് ഇളക്കി മാറ്റാം. ഇത്രത്തോളം അധികമൊന്നും വേണ്ട. ഇത്രത്തോളം എടുക്കുന്നത്. ഇതെടുത്തിട്ട് നമുക്ക് ഈ ഒരു നാരങ്ങയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരളവ് ഉപ്പുപൊടി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു നാരങ്ങയ്ക്കകത്തിട്ടിട്ട് നന്നായിട്ട് ഇതിന് രണ്ടുകൂടെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു നാരങ്ങയ്ക്കകത്ത് മിക്സ് ചെയ്യണം. നമുക്ക് ആ ഒരു കുഴിനകം വന്ന നഖത്തിനകത്തേക്ക് ഈ ഒരു നാരങ്ങ ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ തിരികെ കയറ്റി കൊടുക്കാം. വേണ്ടോ, അതിനാണ് ഞാൻ വലിയ നാരങ്ങ വേണമെന്ന് പറഞ്ഞത്. നമ്മുടെ ഈ ഒരു കുഴിനകം ഉണ്ടല്ലോ, ഒരു 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് നമുക്ക് ഒട്ടുമില്ലാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു മരുന്ന് ഉപയോഗിച്ചാൽ പിന്നീട് ഒരിക്കലും പറ്റില്ല. കാരണം അതുപോലുള്ള നല്ല നാച്ചുറൽ സാധനവും ആസിഡുമാണ് നമ്മുടെ ഈ ഒരു വിരലിനകത്തേക്ക് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഊരി കാണിക്കാം കേട്ടോ. നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂറോളം വെച്ചാൽ മാത്രമേ, അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഊരിയെടുക്കാം. ഊരിയെടുക്കുമ്പോൾ നമ്മുടെ ഒരു മഞ്ഞൾപ്പൊടിയും ആ ഒരു ഉപ്പും നമ്മുടെ ഈ ഒരു നാരങ്ങ നീരും എല്ലാം കൂടെ കൃത്യമായിട്ട് നമ്മുടെ ഒരു കുഴിനകത്തിന് ചുറ്റും ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി.